ഹായ് ഹലോ കുട്ടികളെ, അപ്പം നമ്മളിന്ന് രസം എങ്ങനെയാണ് വയ്ക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഞാൻ എൻ്റെ രീതിയിൽ എങ്ങനെയാണ് രസം വയ്ക്കുന്നത് നിങ്ങൾക്കും കൂടി ഞാൻ പറഞ്ഞു തരാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള രസം റെസിപ്പിയിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി വെച്ച് ചതയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വയ്ക്കുക. അതിനുശേഷം ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് അത് ചൂടായതിനു ശേഷം എണ്ണ ഒഴിക്കുക. എണ്ണ നല്ലതുപോലെ ചൂടായതിനു ശേഷം നമ്മൾ കടുകിട്ട് പൊട്ടിക്കുക. കടുക് നല്ലതുപോലെ പൊട്ടിയതിന് ശേഷം നമ്മൾ വറ്റൽമുളക് ആഡ് ചെയ്യുക കേട്ടോ. വറ്റൽമുളക് ഇടുക. വറ്റൽമുളക് ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി എന്നിവ ചതച്ചത് നമ്മൾ അതിലേക്ക് ചേർക്കുക. അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ നല്ല പഴുത്ത തക്കാളി അരിഞ്ഞത്, അതായത് ഇതുപോലെ സ്ക്വയറായിട്ട് അരിഞ്ഞത് നമ്മൾ ചേർത്ത് കൊടുക്കുക. ഉപ്പും കൂടെ അതിലേക്ക് ശകലം ഒരു ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഈ ചേരുവകളിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. നല്ലതുപോലെ വഴറ്റണം കേട്ടോ. തക്കാളിക്ക് ഉടച്ചെടുക്കുന്നത് പോലെ വഴറ്റണം. ടേസ്റ്റ് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളത്തിൽ. അപ്പോൾ അത് നമ്മൾ പുളിവെള്ളം നമ്മൾ ഈ ചേരുവയിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എന്തൊക്കെയാണ് തീ കൂട്ടി വെക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ തീ ഒന്ന് കൂട്ടി വയ്ക്കാം. അതിനുശേഷം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം, മഞ്ഞൾപ്പൊടി, അതിനുശേഷം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. കുരുമുളക് പൊടി ഇത്തിരി സ്വല്പം ഒന്ന് കൂടി നിന്നാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ കുരുമുളക് പൊടി, ശകലം മല്ലിപ്പൊടി ഒന്ന് ഇട്ട് കൊടുക്കുക, മുളക് പൊടി ആവശ്യത്തിന്, അതിനുശേഷം ശകലം ഉലുവാപ്പൊടിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. രസം തിളയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. നല്ലതുപോലെ തിളച്ച് വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള രസം ഇവിടെ റെഡിയാണ്. ശകലം ഒന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വെച്ചിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ കുറുകി വരും രസം. കുറച്ച് നേരം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. നല്ലതുപോലെ തിളച്ചതിന് ശേഷം വേണം സ്റ്റൗ ഓഫ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നതാണ് രസം. നല്ല ടേസ്റ്റിയുമാണ്. ഞാൻ ഈ രീതിയിലാണ് രസം ഉണ്ടാക്കുന്നതാണ് നിങ്ങൾക്ക് കൂടെ ഞാൻ ഷെയർ ചെയ്ത് തന്നത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.